പ്രണയതാണ്ഡവം. രചന സംഭാഷണം രുദ്രപ്രിയ. അങ്ങനെ തന്നെയാണ് കമലം തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നത്. സുമ കൂടി ഹോസ്പിറ്റലിൽ നിന്നും വന്നതിന് ശേഷം മക്കളുടെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തണം. ഇനിയും വെച്ച് താമസിപ്പിക്കുന്നില്ല. നിങ്ങളിങ്ങനെ അവരെ തന്നെ നോക്കി നിൽക്കേണ്ട മക്കളെ. അവരിങ്ങി വരുമല്ലോ. രണ്ടുപേരും അകത്തേക്ക് വന്നിരിക്കെ. മംഗലത്തമ്മ ആദിയെയും ബാലയെയും നോക്കി വിളിച്ചു പറഞ്ഞു. ദാ വരുവാ അമ്മേ. ആദി ബാലയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. മംഗലത്തമ്മയും കമലവും കൂടി ചേർന്ന് കഴിക്കാനുള്ളതൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിൽ നിരത്തി വെച്ചു. അവരും കൂടി വന്നിട്ട് ഒരുമിച്ച് കഴിക്കാം അല്ലേ മക്കളെ? അത് മതി അമ്മേ, അവരും കൂടി വന്നിട്ട് ഒരുമിച്ച് കഴിക്കാം, ആദ്യം മറുപടി പറഞ്ഞു. അപ്പോഴേക്കും ഉണ്ണിക്കുട്ടൻ ഗേറ്റും തുറന്ന് അകത്തേക്ക് ഓടി വന്നു. ബാലേച്ചി. എന്നാൽ ഉണ്ണിക്കുട്ടൻ്റെ ശബ്ദം കേട്ടപ്പോൾ ബാലയുടെ എളിയിലിരുന്ന മോനൂട്ടൻ സന്തോഷം കൊണ്ട് ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി. ഉണ്ണിക്കുട്ടൻ ഓടി അവരുടെ അടുത്തെത്തിയിരുന്നു. ഉണ്ണിക്കുട്ടൻ ബാലയെ ചുറ്റിപ്പിടിച്ചതും മോനൂട്ടൻ അവൻ്റെ മേത്തേക്ക് ചാടി. രണ്ടുപേരെയും വീഴാതെ ബാല ചേർത്ത് പിടിച്ചു. ഉണ്ണിക്കുട്ടനെ കണ്ടപ്പോൾ മോനൂട്ടൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു. എല്ലാവരും അവരുടെ രണ്ടുപേരുടെയും കളിച്ചിരികൾ നോക്കി നിന്നു. അപ്പോഴേക്കും ലക്ഷ്മിയും നടന്ന് അവരുടെ അടുത്തേക്ക് എത്തി. എന്താ ലക്ഷ്മി, സുഖമായിരിക്കുന്നോ? ആദ്യം അവളെ കണ്ടപാടെ ചോദിച്ചു. സുഖമായിരിക്കുന്നു ഏട്ടാ. നിറഞ്ഞ മനസ്സോടുകൂടിയുള്ള അവളുടെ ആ വിളി കേട്ടപ്പോൾ ആദ്യ സന്തോഷത്തോടെ അവളുടെ തലയിൽ തട്ടിവിട്ടു. വന്ന പാടെ എല്ലാവരും ഉമ്മറത്ത് തന്നെ നിൽക്കാതെ അകത്തേക്ക് വാ മക്കളെ. മംഗളത്തമ്മ എല്ലാവരെയും അകത്തേക്ക് വിളിച്ചു. എല്ലാവരും കഴിക്കാനിരിക്കുക, അത് കഴിഞ്ഞിട്ടാവാം ബാക്കി വർത്തമാനമൊക്കെ. അതാകുമ്പോൾ ഒരുപാട് സമയം സംസാരിക്കാം. ആദ്യം വയറ് നിറയട്ടെ. അമ്മ പറഞ്ഞപ്പോൾ ആദ്യം ഉണ്ണിക്കുട്ടനും മംഗളത്തമ്മയും കഴിക്കാനിരുന്നു. ബാല മോനൂട്ടനെയും എടുത്തുകൊണ്ട് വിളമ്പാനായി നിന്നപ്പോൾ ആദ്യം അവളെ പിടിച്ച് അടുത്തിരുത്തി. അങ്ങനെ വിളമ്പാനായി ആരും നിൽക്കണ്ട, ലക്ഷ്മിയും ഇരിക്കുക. മംഗലത്തമ്മയും ആദിയും ഒരുപോലെ പറയുമ്പോൾ ലക്ഷ്മിയും ബാലയുടെ അടുത്തായിരുന്നു. എല്ലാവരും കൂടി തനിയെ വിളമ്പിയാണ് ഭക്ഷണം കഴിച്ചത്. ലക്ഷ്മിക്ക് ഇതൊക്കെ ആദ്യത്തെ അനുഭവമായിരുന്നു. എത്ര സന്തോഷത്തോടു കൂടിയാണ് അവർ പരസ്പരം സ്നേഹിക്കുന്നത്. താൻ ചെയ്തു കൂട്ടിയതിനെക്കുറിച്ചും പറഞ്ഞതിനെക്കുറിച്ചും ഒക്കെ ഓർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. അത് കണ്ണുനീരായി. അവൾ വേഗം കണ്ണുകൾ തുടച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ആ പാത്രം അകത്തേക്ക് കൊണ്ടുപോകാനും അത് കഴുകാനുമൊക്കെ ലക്ഷ്മി ബാലയെ സഹായിച്ചു. അമ്മ ഇത്തിരി നേരം കിടക്കട്ടെ മോളെ, നീ ലക്ഷ്മിയോട് എന്തെങ്കിലും സംസാരിച്ചിരിക്കുക. അടുക്കളയിലെ കാര്യമൊക്കെ കമല നോക്കിക്കൊള്ളും, അങ്ങോട്ട് കയറണ്ട. മംഗലത്തമ്മ പെണ്ണിനെ മുഖം കുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവർ മുറിയിലേക്ക് പോയി. ആദ്യം മുറിക്കുന്നത് കണ്ട് അപ്പുറത്തോട്ട് മാറിയിരുന്നു. ബാലലക്ഷ്മിയെയും കൂട്ടി മുറിയിലേക്കും പോയി. അല്പം കഴിഞ്ഞപ്പോൾ ആദി എഴുന്നേറ്റ് പിന്നാലെ തന്നെ റൂമിലേക്ക് ചെന്നു. ആദിയെ കണ്ടപ്പോൾ ലക്ഷ്മി വേഗം ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. എന്നാൽ ആദി ഡോറിൽ ചാരി നിന്നു. അച്ഛൻ വന്നിട്ട് എങ്ങനെയുണ്ട് ലക്ഷ്മി? കഴിഞ്ഞ ദിവസം എന്നെ ഹരി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നും വന്ന് കുറച്ച് ദിവസം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയതുപോലെ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആരൊക്കെയോ കൂട്ടുകാരെ കാണാൻ വന്നിരുന്നതൊക്കെ പറയുന്നത് കേട്ടു. ശല്യമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥയായി പോയി. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടപ്പോൾ അമ്മയ്ക്കിപ്പോൾ കുഴപ്പമില്ലെന്നും കൂടെ കൂട്ടിക്കൊള്ളാനും പറഞ്ഞു. അമ്മയെ ഞാൻ എൻ്റെ ഒപ്പം കൊണ്ടുപോട്ടെ അതിയേട്ടാ? അമ്മ കൂടിയില്ലാതെ ആ വീട്ടിൽ തനിയെ താമസിക്കാൻ ഇപ്പോൾ വല്ലാത്ത ഭയമാണ്. പറയുമ്പോൾ ലക്ഷ്മി വിതുമ്പി കരയുന്നുണ്ടായിരുന്നു. എനിക്കറിയാം, ഇതൊന്നും പറയുവാനുള്ള യോഗ്യത എനിക്കില്ലെന്ന്. ചെയ്തുപോയ തെറ്റുകളൊക്കെ എൻ്റെ നേരെ പല്ലിണിച്ച് കാണിക്കുകയാണ്. തെറ്റിപ്പറ്റിപ്പോയ ഏട്ടാ. അത്രയും ആത്മാർത്ഥമായി ലക്ഷ്മി പറയുമ്പോൾ കേട്ടിരുന്ന ബാലയ്ക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ കഴിഞ്ഞില്ലേ മോളെ, ഇനി അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കേണ്ട. എനിക്ക് നിന്നോട് ഒരു പിണക്കവുമില്ല. അച്ചുവേട്ടാ, വീടിൻ്റെ മെയിൻ്റെനൻസ് പരിപാടി എന്തെങ്കിലും ചെയ്താൽ അമ്മയെ വേഗം ഹോസ്പിറ്റലിൽ നിന്നും കൂട്ടിക്കൊണ്ട് വരാമായിരുന്നു. ഇവൾ പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്ക് ഒരു മനസ്സമാധാനവുമില്ല. സാമുവൽ ഡോക്ടർ ലക്ഷ്മി അമ്മയെ കാണാൻ ചെന്നപ്പോൾ തന്നെ എന്നെ വിളിച്ചിരുന്നു. നാളെ തന്നെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് വീട് പണിക്കായുള്ള ആരെങ്കിലും ഏർപ്പാടാക്കാം. ഒരാഴ്ച കൂടി നീ ക്ഷമിക്ക്. അത് കഴിയുമ്പോൾ നമുക്ക് അമ്മയെ കൂടെ കൂട്ടാം. ആരുമില്ലെന്നുള്ള തോന്നലൊന്നും വേണ്ട, ഞങ്ങൾ എല്ലാവരും നിൻ്റെ കൂടെയുണ്ട്. ആദ്യം അത് പറയുമ്പോൾ ലക്ഷ്മിക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. ഭാര്യ ലക്ഷ്മി എന്തെങ്കിലുമൊക്കെ സംസാരിക്കട്ടെ എന്ന് കരുതി ആദ്യ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ലക്ഷ്മിയുടെ സങ്കടം കണ്ടപ്പോൾ ബാലയ്ക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. പക്ഷേ രണ്ടുപേരും കൂടിയിരുന്ന് കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് പറയുന്നതിൽ അർത്ഥമില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ നീ ഇങ്ങ് വന്നേ, കപ്പയും മീനും ഒക്കെ വാങ്ങിയിട്ടുണ്ട്, നമുക്ക് കമല ചേച്ചി അടുക്കളയിൽ സഹായിക്കാം.
ലക്ഷ്മിയുടെ മൂഡ് മാറുന്നതിനായി ബാല അവളെ നിർബന്ധിച്ച് അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കമലേച്ചി ലക്ഷ്മിയെ നോക്കി നിറഞ്ഞു തന്നെ പുഞ്ചിരിച്ചു. ഇപ്പോൾ അവർക്കും ലക്ഷ്മിയോട് വലിയ പിണക്കമൊന്നുമില്ല. 3 പേരും കൂടിയാണ് അടുക്കളപ്പണികളൊക്കെ തീർത്തത്. കളിച്ചിരി തമാശയൊക്കെ പറഞ്ഞ് പണി വേഗത്തിലാക്കി. ഇതിനിടയിൽ ബാല മോനൂട്ടനെ എടുത്ത് അവനുള്ള ആഹാരം കൊടുത്തു. മേല് കഴുകി കഴിഞ്ഞപ്പോഴേക്കും അവന് ഉറക്കം വരുന്നുണ്ടായിരുന്നു. തൊട്ടിലിൽ കിടത്തിയപ്പോൾ ഉണ്ണിക്കുട്ടനാണ് അവനെ ആട്ടി ഉറക്കിയത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനും എല്ലാവരും ഒരുമിച്ച് തന്നെ ഇരുന്നു. ഭക്ഷണം കഴിഞ്ഞ് ആ പാത്രങ്ങളും കഴുകി വെച്ചുകൊണ്ട് ഉണ്ണിക്കുട്ടനും ലക്ഷ്മിയും ബാലയും കൂടി മുറിയിൽ ഒരുമിച്ച് ഉറങ്ങാൻ കിടന്നു. അത്രയും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി 3 പേരും ഉറങ്ങാൻ കിടന്നത് ചിലപ്പോൾ ആദ്യമായിട്ടാണെന്ന് തന്നെ പറയാം. ഉണ്ണിക്കുട്ടൻ എപ്പോഴും ബാലയോടൊപ്പമാണ് കിടക്കുന്നത്. പക്ഷേ ലക്ഷ്മി ഒരിക്കലും അത് ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഇന്നവൾ നിറഞ്ഞ മനസ്സോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ബാലയോടൊപ്പം ഉറങ്ങാൻ കിടന്നത്. താൻ കാരണം നഷ്ടപ്പെട്ടു പോയ എന്തുമാത്രം മുഹൂർത്തങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതെന്ന് വേദനയോടുകൂടി ലക്ഷ്മി ഓർത്തു. കഴിഞ്ഞു പോയതൊന്നും തിരികെ കിട്ടില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷേ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓർമ്മകൾ അവളെ കുത്തി നോവിച്ചപ്പോൾ അവൾ ബാലയോട് കുറെ കൂടി ചേർന്ന് കിടന്നു. അവളുടെ ചേച്ചിയെ എത്ര ചേർത്ത് പിടിച്ചിട്ടും മതിയാവാത്തതുപോലെ 3 പേര് നന്നായി തന്നെ ഉറങ്ങി. 5 മണിയായപ്പോൾ മംഗലത്തമ്മയാണ് ചായ കുടിക്കാനായി വിളിച്ചുണർത്തിയത്. ഇത്രയും നേരം ഉറങ്ങിപ്പോയോ എന്ന് ബാല ഓർത്തു. ഒടുവിൽ വൈകുന്നേരം ഉണ്ണിക്കുട്ടനും ലക്ഷ്മിയും പോകാൻ ഇറങ്ങിയപ്പോൾ ബാലയ്ക്ക് വിഷമം തോന്നി. ഇന്ന് പോകണോ മോളെ? ഇവിടെ നിന്നാൽ പോരെ? നിവൃത്തിയില്ലാതെ ബാല ലക്ഷ്മിയോട് ചോദിച്ചു. അവളുടെ ആ ചോദ്യം കേൾക്കേണ്ട താമസം ലക്ഷ്മി ബാലയുടെ മാറിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. എന്നോട് ക്ഷമിക്ക് ചേച്ചി. ചെയ്തുപോയ തെറ്റിന് ഞാൻ ഈ കാൽക്കൽ വീണ് എന്നും മാപ്പ് പറയുന്നുണ്ട്. ഇപ്പോഴും ചേച്ചിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ബാലയുടെ മുഖത്തേക്ക് അവൾ ചുണ്ടുകൾ ചേർത്തു. ആദ്യമായി തൻ്റെ അനിയത്തി തരുന്ന സ്നേഹചുംബനം കണ്ടുനിന്ന മംഗലത്തമ്മയ്ക്കും കമലത്തിനും പോലും സങ്കടമായി. ബാല അവളെ തൻ്റെ നെഞ്ചിൽ പൊതിഞ്ഞു പിടിച്ചു. അച്ഛനുണ്ട്, കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇവിടേക്ക് അന്വേഷിച്ച് വന്ന് പ്രശ്നമുണ്ടാക്കും. ഉണ്ണിക്കുട്ടൻ പോകുന്നത് കണ്ടപ്പോൾ മോനൂട്ടൻ വല്ലാതെ കരച്ചിലും ബഹളവുമായിരുന്നു. ഒടുവിൽ ഒരു വിധത്തിൽ മംഗലത്തമ്മ അവനെയും കൊണ്ട് മുറിയിലേക്ക് പോയി. ബാലയ്ക്കും വല്ലാത്ത സങ്കടം തോന്നി. അവൾ വേഗം റൂമിലേക്ക് പോയി. അവൾ കുറച്ചു നേരം തനിയെ ഇരിക്കട്ടെ എന്ന് ആദ്യം മനസ്സിൽ വിചാരിച്ചു. അവൻ അമ്മയുടെ മുറിയിൽ ചെന്ന് മോനൂട്ടനെയും എടുത്തുകൊണ്ട് നേരെ മുകളിലെ മുറിയിലേക്ക് പോയി. കുറച്ചു നേരം കിടന്ന് തൻ്റെ സങ്കടം മുഴുവനും കരഞ്ഞു കഴിഞ്ഞപ്പോൾ ബാലയ്ക്ക് അല്പം ആശ്വാസം തോന്നി. അവൾ അപ്പോഴാണ് കുഞ്ഞിനെ എടുക്കുന്നതിനായി മംഗലത്തമ്മയുടെ മുറിയിലേക്ക് ചെന്നത്. മോനൂട്ടൻ കരച്ചിൽ നിർത്താൻ കൂട്ടാക്കാത്തത് കൊണ്ട് തന്നെ അച്ചു അവനെ മുകളിലേക്ക് എടുത്തുകൊണ്ട് പോയി. മോളെ. ബാല ഒന്നും മിണ്ടാതെ മംഗലത്തമ്മയുടെ അടുത്തേക്ക് വന്നു. ഞാൻ അല്പനേരം അമ്മയുടെ മടിയിൽ കിടന്നോട്ടെ? ബാലയുടെ ചോദ്യം കേട്ടപ്പോൾ അവർ കൈയും നീട്ടി അവളെ തൻ്റെ മടിയിലേക്ക് ചേർത്ത് പിടിച്ചു കിടത്തി. സന്തോഷവും സങ്കടവും കൊണ്ട് അവരുടെ ഹൃദയം നിറഞ്ഞു. അത് കണ്ണുനീരായി അവളിലേക്ക് പടർന്നു. മോളൊന്നുകൊണ്ട് സങ്കടപ്പെടേണ്ട, എല്ലാം മാറും. അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ? ഒരാഴ്ച കൂടി കഴിഞ്ഞ് വീട് പണിയൊക്കെ കഴിയുമ്പോൾ സുമയെ ഹോസ്പിറ്റലിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരും. അത് കഴിഞ്ഞ് എത്രയും അടുത്തൊരു നല്ല മുഹൂർത്തത്തിൽ നമുക്ക് നിങ്ങളുടെ വിവാഹക്കാര്യം സുമയോട് സംസാരിച്ചാലോ? ഇനിയും അതങ്ങ് വെച്ച് താമസിപ്പിക്കേണ്ടെന്ന് അമ്മയ്ക്ക് തോന്നുന്നു. അപ്പോഴേക്കും അവൾ വേഗം എഴുന്നേറ്റ് ബെഡിൽ നിന്നും അമ്മയെ നോക്കി. എങ്ങനെ നോക്കണ്ട, അമ്മ ആഗ്രഹം പറഞ്ഞതാണ്. ഇനിയും അത് വെച്ച് വൈകിക്കണോ? ശ്രീധരൻ എന്തെങ്കിലും ഇടങ്കോലിടുന്നതിന് മുമ്പ് നമുക്ക് ആ ചടങ്ങ് നടത്തി വയ്ക്കാം. അല്ലാതെ എനിക്ക് ഒരു സമാധാനവുമില്ല. അയാൾ എന്തായാലും അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. അഥവാ ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത് എല്ലാവരെയും ബോധ്യപ്പെടുത്താനാണെന്ന് എല്ലാവർക്കും അറിയാം. അമ്മ പറയുന്നതൊക്കെ കുഞ്ഞുമായി വരുന്ന ആദിയും കേൾക്കുന്നുണ്ടായിരുന്നു. ഇരുവരുടെയും സംസാരം കേട്ടുകൊണ്ട് ആദ്യ അല്പനേരം പുറത്തു തന്നെ നിന്നു. പിന്നീട് സംസാരമൊന്നും ഉണ്ടാകാത്തത് കൊണ്ട് അവൻ കുഞ്ഞുമായി അകത്തേക്ക് കയറി. മോനൂട്ടൻ ഇപ്പോൾ വലിയ കരച്ചിലും ബഹളവും ഒന്നുമില്ല. ഒതുക്കുകൾ കയറി വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഉച്ചത്തിലുള്ള ടിവിയുടെ ഒച്ച കേൾക്കാമായിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ വലിയ വായിൽ വരുന്ന ചീത്തകളൊക്കെ വിളിച്ചു പറയുന്നുമുണ്ട്. ഉണ്ണിക്കുട്ടനും ലക്ഷ്മിയും അകത്തേക്ക് കയറുമ്പോൾ കണ്ടു ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങി കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങളും മറ്റും അങ്ങിങ്ങായി വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഉണ്ണിക്കുട്ടൻ പേടിയോടുകൂടി ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചു. അച്ഛൻ എന്ത് പണിയായി കാണിച്ചിരിക്കുന്നത്? ഞാൻ എന്ത് കഷ്ടപ്പെട്ട് വൃത്തിയാക്കി ഇട്ടിട്ട് പോയതാണെന്ന് അറിഞ്ഞുകൂടെ? തെണ്ടാൻ പോയിട്ട് അവൾ കയറി വന്നിരിക്കുന്നു. തോന്നിയ സമയത്ത് എൻ്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും. നീ ആരാടി എന്നോട് ചോദിക്കാൻ? വേച്ച് ലക്ഷ്മിയുടെ നേർക്ക് ശ്രീധരൻ എഴുന്നേറ്റ് വന്നു. നേരം വെളുത്ത് ഇറങ്ങി പോയതല്ലേ ഞാൻ?
ഇവിടെ പട്ടിണിയാണെന്ന് നിനക്ക് അറിഞ്ഞൂടായിരുന്നോ? എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് നിനക്ക് പോയാൽ എന്തായിരുന്നു കുഴപ്പം? സമയത്തിന് ആഹാരം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ എനിക്ക് ഇതേപോലെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കേണ്ടി വരും. എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശുമില്ല. തൽക്കാലം ഞാൻ കവലയിലെ ഭാസ്കരൻ്റെ കടയിൽ നിന്നാണ് പറ്റിയത്. നാളെ നീ തൊഴിലുറപ്പിന് കഴിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ പണം അവിടെ കൊടുത്തേക്കണം. തൊഴിലുറപ്പ് പണി ചെയ്ത് കിട്ടുന്ന പണം കണ്ട ഹോട്ടലുകളിൽ കൊണ്ടുകൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. അച്ഛൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ തന്നെ അതിൻ്റെ പൈസ കൊടുക്കണം. അല്ലാതെ അച്ഛൻ കുടിക്കുകയും കഴിക്കുകയും ചെയ്ത ആഹാരത്തിൻ്റെ കണക്ക് കൊടുത്ത് തീർക്കലല്ല എൻ്റെ പണി. എന്നോട് ഉച്ചത്തിൽ സംസാരിക്കരുതെന്ന് നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. എന്നെ അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ എൻ്റെ കൈയുടെ ചൂട് നീ അറിയും. എൻ്റെ ചിലവിലാണ് അച്ഛൻ ഇപ്പോൾ ജീവിക്കുന്നത്. ഈ വീട് ബാലേച്ചിയുടെയാണ്, അച്ഛൻ്റെ അല്ല. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ബാലേച്ചി ഇറക്കി വിടുന്നത് ആരെയായിരിക്കുമെന്ന് ഞാൻ പറയാതെ അറിയാമല്ലോ. ലക്ഷ്മിയുടെ ആ ഭീഷണി കൃത്യമായി ശ്രീധരന് കൊണ്ടു. അപ്പോൾ നീ എന്നെ ചോദ്യം ചെയ്യാറായി. ശ്രീധരൻ പോരിന് തയ്യാറായി ലക്ഷ്മിയുടെ മുന്നിലേക്ക് വന്നു. അപ്പോഴേക്കും ജയ അവിടേക്ക് കയറി വന്നു. കയ്യിലിരുന്ന ഭക്ഷണം ലക്ഷ്മിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇന്നിനി ഒന്നും വയ്ക്കേണ്ട മോളെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇത് കഴിക്കുക. ആഹാരപാത്രം ലക്ഷ്മിയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ജയ പുറത്തേക്ക് ഇറങ്ങി. ലക്ഷ്മിയുടെ നേർക്കുള്ള ശ്രീധരൻ്റെ നോട്ടം കണ്ടുകൊണ്ട് ജയ തിരിഞ്ഞു നിന്നു. അന്ന് വന്ന SIയുടെ നമ്പർ എൻ്റെ കയ്യിൽ തന്നിട്ട് പോയിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിച്ചു പറയാൻ. മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാമിയോട് പറഞ്ഞാൽ മതി. മാമി വിളിച്ചു പറഞ്ഞേക്കാം. പറഞ്ഞുകൊണ്ട് ശ്രീധരനെ ഒരു നോട്ടം നോക്കി വെട്ടിത്തിരിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അത് കണ്ടപ്പോൾ ശ്രീധരൻ പല്ല് കടിച്ചു. എന്നാൽ ലക്ഷ്മി ആശ്വാസത്തോടു കൂടി നെടുവീർപ്പിട്ട് അകത്തേക്ക് കയറിപ്പോയി. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.